Hello friends, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷാർജയാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാരണം എൻ്റെ കൂടെ ഇന്ന് എൻ്റെ മോളുണ്ട്. അവൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതും ഷാർജ ഉണ്ടാക്കുന്നത്. അവൾക്ക് ഇപ്പം കുറേ ദിവസമായി ഷാർജ കുടിച്ചിട്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് ഷാർജ ഉണ്ടാക്കി തരാം. അപ്പോൾ അവളെ ഒന്ന് വിളിക്കാം, പാടി. അപ്പം കുറച്ച് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്നേഹത്തോടെ, ചില സമയം ഭയങ്കര സ്നേഹമാണ്, ആ സമയത്ത് സ്നേഹത്തോടെ ഇരുന്നപ്പം അവൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി വീഡിയോയിലൊന്നും കാണിച്ചു തരാം. മുടിയൊക്കെ കൊള്ളാവോ എന്നുള്ളത് കമൻറ്റ് അറിയിക്കണം. അപ്പം മുടിയൊക്കെ കെട്ടി ബോയൊക്കെ വെച്ച് സുന്ദരിയായിട്ട് ഒരുക്കിയപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് ഷാർജ വേണമെന്ന്. അപ്പം ഞാനും പറഞ്ഞു, നമുക്കെങ്കിൽ വീഡിയോയും ചെയ്ത് ഷാർജയും അടിക്കാവുന്ന. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ മോളെയും എന്നെയും സപ്പോർട്ട് ചെയ്യുക. അവൾക്കും ഒരു ചാനലുണ്ട്, 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഷാർജ തയ്യാറാക്കാം. അപ്പോൾ അമിനുവിന് അറിയാം ഷാർജ ഉണ്ടാക്കാം, അല്ലേടി? അറിയത്തില്ല. അപ്പം എന്തൊക്കെയാ ഇടണ്ടേ? വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് 2 പഴം, നല്ല പഴുത്ത പഴം ഇടണം, ഷാർജയ്ക്ക് അതായിരിക്കും ടേസ്റ്റ്. അപ്പം 2 പഴത്തിൽ 1 പഴം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഇട്ടില്ല, ബൂസ്റ്റ് ഇടുന്നുണ്ട്. പിന്നീട് നമുക്ക് ബൂസ്റ്റ് ഒരു പാക്കറ്റ് ഇടാം, അതൊരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് പാൽ എടുക്കാം. കുറച്ചുകൂടി കട്ടയായ പാൽ ഉപയോഗിക്കണം. നമ്മൾ കുറച്ചിപ്പോൾ കട്ട കുറഞ്ഞു പോയി. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം കൂടി കട്ടയായ പാൽ നിങ്ങൾ ഉപയോഗിക്കുക. ഇത് അല്പം കട്ട കുറഞ്ഞ പാലായിപ്പോയി, ഫ്രീസറിൽ തണുപ്പ് കുറഞ്ഞു പോയി. നമുക്ക് ഇനി അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പ്, ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടോ, ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. ബദാം പരിപ്പ് നമുക്കൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടോ, ഭയങ്കര ടേസ്റ്റ് കൂടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇല്ലാത്തവരും അത് കുഴപ്പമില്ല. ചിലപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വാങ്ങാൻ പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല. നമുക്കിതൊന്ന് അടിച്ചോട്ട് വരാം. അപ്പം നമ്മൾ നന്നായിട്ട് ഷാർജ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടി കട്ടിയാകാമായിരുന്നു. നന്നായിട്ട് മധുരം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അപ്പം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മളിപ്പം ഒരു ചോക്ലേറ്റ് ജെല്ലും കൂടി ഒഴിക്കാം. ഗ്ലാസ് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കട്ടയായിട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വാനിലയുടെ നമുക്ക് ഐസ്ക്രീമും കൂടി ഇടാം. നമുക്ക് ഷാർജ ഒരല്പം ലൂസായിപ്പോയി. അപ്പം നമുക്ക് ഇതിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഷാർജ കുടിക്കാൻ. വാവ്, നമ്മളിപ്പോൾ കുറേ ആയില്ലയോ ഷോപ്പിലൊക്കെ പോയിട്ട് നല്ലപോലെ എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ഷാർജയൊക്കെ കുടിച്ചിട്ട്. അപ്പം നമുക്ക് വീട്ടിലിങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ സൂപ്പറാണേ. മണ്ടയിലോട്ട് ഇത്തിരി ഐസ്ക്രീമിൻ്റെ മണ്ടയിലോട്ട് ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ 2 പിസ്തായും കൂടി വെക്കാം. ഐസ്ക്രീം അടച്ചോ. നമുക്ക്
വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു രസം. അവർക്ക് മറ്റേ നമ്മൾ ചെറുതായിട്ട് വൈകിട്ട് 4 മണി 5 മണി സമയത്തൊക്കെ ടൗണിൽ ഇറങ്ങി ഇതൊക്കെ വാങ്ങിക്കൊടുക്കും. ഇപ്പം അതൊന്നും ഇല്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ പറ്റൂ. അപ്പം നല്ലൊരു ഷാർജ ഞങ്ങൾ തയ്യാറാക്കി. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടേക്ക് കെയർ, ബൈ ബൈ.